ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബിസ്റ്റിംഗ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിൻ്റെ മൗസ് ടോണറ്റ് എന്ന് പറയുന്നൊരു പാഠമായിരുന്നു. അതിൽ നമ്മൾ സർപ്രൈസ് ഹി ചൂസസ് മീറ്റിയോർ എന്ന അതുവരെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ. All snakes are taken to their new home, a special cage called the mouse hotel. എന്താണ് ആ സെലക്ട് ആയ 6 മൗസുകളും അവരുടെ പുതിയ ഹോമിലേക്ക്, അതായത് മൗസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു കേജിലേക്ക് പോവുകയുണ്ടായി. The other mice are nervous as the countdown begins. എന്താണ് മറ്റുള്ള എലികളെല്ലാവരും ഈ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടിങ് നമ്മൾ സാധാരണ 1 2 3 4 സ്റ്റാർട്ട് ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ റോക്കറ്റ് ഒക്കെ വിടാറാകുമ്പോഴത്തേക്കിനും, അതായത് സ്പേസ് ഷിപ്പ് ഒക്കെ വിടാറാകുമ്പോൾ ഇങ്ങനെയാണ് 10 9 8 7 6 5 4 3 2 1 എന്താണ് സ്റ്റാർട്ട് എന്നും പറഞ്ഞിട്ടാണ് പോവാറ്, അല്ലെങ്കിൽ ലിഫ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവർക്ക് എന്താണ്, ബാക്കിയുള്ള മൗസുകൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങി. പേടി മീൻസ് ഒരു ടെൻഷൻ വരാൻ തുടങ്ങി. ഓക്കെ, ബട്ട് നോട്ട് മിറ്റിയർ. പക്ഷേ മിറ്റിയറിന് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു എന്ന് പറയാണ്. അറ്റ് ദ ഫസ്റ്റ് the mice are pressed flat against their cages by the power of the launch. അതായത് ഇങ്ങനെ ആ ലോഞ്ച് ചെയ്യുന്ന പവറിൽ എല്ലാവരും ഇങ്ങനെ നിരന്നിങ്ങനെ പരന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വലത് കിടന്നു അവരുടെ കേജിനുള്ളിൽ. ബട്ട് then the pressure goes away. The other mice cling to their cage in terror. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ആകാശം വിട്ടു പോകുമ്പോൾ നമ്മൾ ഏഴാകാശത്തിൻ്റെ അപ്പുറത്ത് അങ്ങനെയൊന്നും പോകില്ല, എന്താണ് ബഹിരാകാശത്തോട്ടൊക്കെ എത്താറാവുമ്പോൾ ഗ്രാവിറ്റി ഇല്ലാതാവും. അതായത് ഭൂമി വിട്ടു പോകുമ്പോൾ, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ വിട്ടു പോകുമ്പോൾ ഈ ഗ്രാവിറ്റി ഇല്ലാതാവും. ചെറിയൊരു SS ക്ലാസ് ആകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. അപ്പം എന്താണ് ഗ്രാവിറ്റി വിട്ടു പോകും. ഗ്രാവിറ്റി മീൻസ് ഗുരുത്വാകർഷണ ബലം. ഓക്കെ, അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കാറ്റാടികളെ പോലെ പറന്ന് നടക്കേണ്ടി വരും. അപ്പം എന്താണ് ബാക്കിയുള്ള ആ മൈസുകളെല്ലാവരും എന്താണ് പേടിച്ചിട്ട് ഇങ്ങനെ പറന്നിങ്ങനെ വായുവിൽ തങ്ങി നിൽക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അവരൊക്കെ പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പേടിച്ചിട്ട് കൂട്ടിലിങ്ങനെ തൂങ്ങിക്കടന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ബട്ട് നോട്ട് മിറ്റിയർ. ഹി ലോസ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. എന്താണ് പക്ഷേ മിറ്റിയറിന് അങ്ങനെ ഒരു പേടിയെ തോന്നിയില്ല. അവര് ഭാരമില്ലായ്മ എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഹേ ലിറ്റിൽ ഗായ്, ദ കമാൻഡർ സേസ്, യു ആർ നാച്ചുറൽ എ റിയൽ ലൈഫ് മോസ്ട്രോണറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ കമാൻഡർ ഇതൊക്കെ കണ്ടിട്ട് പറയാണ്, ഓ എന്താണ് എൻ്റെ ചെറിയ ആളെ, ചെറിയ ബ്രോ, നമ്മളിങ്ങനെ പറയൂലേ ഹായ് മച്ചാനെ ഇങ്ങനെയൊക്കെ പറയൂലേ, അതുപോലെ ഇങ്ങനെ പറയാണ്. കമാൻഡർ പറഞ്ഞു, നീ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു മൗസ്ട്രോണറ്റ് തന്നെയാണ് എന്നിങ്ങനെ പറയാണ്. നീ ഒരു ആസ്ട്രോണറ്റ് പോലെ മൗസ്ട്രോണറ്റ് ആണ്. അതായത് മനുഷ്യന്മാരാണല്ല ആസ്ട്രോണറ്റ് എന്ന് പറയാം. മൗസുകളെ മൗസ്ട്രോണറ്റ് എന്ന്, കാറ്റുകളെ കാറ്റ്രോണറ്റ് എന്ന്, ഡോഗുകളെ ഡോഗ്രോണറ്റ് എന്ന് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് Meteor is taken from his cage and gets a tour of the shuttle. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറ്റിയർ എന്ത് ചെയ്തു, അവൻ്റെ കേജിന് പുറത്തിറങ്ങിയതിന് ശേഷം ആ ഷട്ടിൽ, ആ ഒരു വാഹനം ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താണ് അവരെ ഇങ്ങനെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഹി ക്യാൻ ഈവൻ സീ ദ എർത്ത് വേ ഓഫ് ഇൻ ദ ഡിസ്റ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആ വിൻഡോയിൽ കൂടെ കാണാമായിരുന്നു, അവർ വന്ന ആ ഒരു വഴി അവർക്ക് കാണാമായിരുന്നു എർത്തിലൂടെ. ദ ആസ്ട്രോണറ്റ്സ് ആർ ഓൾ വെരി ബിസി ഡ്യൂറിങ് ദ 14-day ഫ്ലൈറ്റ്. എന്താണ് 14 ദിവസത്തെ ഫ്ലൈറ്റിൽ അവരെല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു, ബാക്കിയുള്ള ആസ്ട്രോണറ്റുകൾ എല്ലാവരും മനുഷ്യന്മാരാട്ടോ. There are space walks to take and experiments to conduct. എന്താണ് അവിടെ ആ സ്പേസിൽ നടത്തുന്ന പരീക്ഷണങ്ങളും അതുപോലെ തന്നെ സ്പേസിൽ നടക്കുക എന്നുള്ള കുറേ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് വാട്ട് ക്യാൻ മിറ്റിയർ ടു ഡു ടു ഹെൽപ്പ്? എന്താണ് അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, ഈ കുഞ്ഞു മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. Then while answering emails, one of the astronauts not
notices the key to the control panel stuck between the monitors. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമെയിലുകളൊക്കെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വരൂലേ മറ്റേ ഓക്കി ടോക്കി ഫോൺ പോലത്തെ ആ സാധനത്തിൽ. അപ്പം അതിൻ്റെ അകത്ത് വരുമ്പം ഇതിൽ ഒരു ആസ്ട്രോണറ്റ് ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവരുടെ ഈ ഒരു കീ ഉണ്ടല്ലോ, സ്പേസ് ആ ഒരു സാധനത്തിൻ്റെ കീ, ആ താക്കോല് ആ മോണിറ്ററിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതായത് ഇങ്ങനെ താന്നിറങ്ങിയിരിക്കുകയാണ്, എടുക്കാൻ പറ്റാത്ത രീതിയിൽ. വെൻ ഹി ട്രൈസ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് ഇറ്റ് ആക്സിഡൻ്റലി ഗെറ്റ്സ് വെഡ്ജഡ് ഫർദർ ഡൗൺ. എന്താണ്, പക്ഷേ അവൻ ആ ഒരു വിള്ളലുണ്ടല്ലോ ആ ക്രാക്കിലൂടെ അതിങ്ങനെ എടുക്കാനായിട്ട് നോക്കിയപ്പോഴും അത് കൂടുതൽ താഴ്ന്നു പോയി. ദിസ് ഈസൻറ്റ് ഗുഡ് says the commander. എന്താണ്, ആ കമാൻഡർ പറഞ്ഞു ഇത് അത്ര നല്ലതല്ല എന്നിങ്ങനെ പറയാണ്. We need that key back. നമുക്ക് ആ ഒരു കീ എത്രയും വേഗം തന്നെ തിരിച്ചു വേണം. One astronaut tries to move the monitor. It doesn't budge. Budge എന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങിയില്ല. ഓക്കെ, എന്താണ് അദ്ദേഹം ഒരു ആസ്ട്രോണറ്റ് ആ ഇത് മോണിറ്റർ ഒന്ന് മൂവ് ചെയ്ത് നോക്കി. ഓക്കെ, കമ്പ്യൂട്ടറാണേ, കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഇങ്ങനെ ഇതാക്കി നോക്കി, പക്ഷെ അതിൻ്റെ അകത്തൊന്നും വർക്ക് ആവുന്നില്ല. ഇറ്റ് ഡസൻറ്റ് ബഡ്ജ്. അടുത്ത എന്താണ് ഇവിടെ പറയുന്നത്, പിന്നെ പറയുന്നത് അനദർ സ്ലിപ്സ് ഹെർ ഫിംഗേഴ്സ് ഇൻടു ദ ക്രാക്ക് ബട്ട് ദ കീ ഈസ് സ്റ്റക്ക് ഡൗൺ ടു ഡീപ്പ്. എന്താണ്, ബാക്കിയുള്ള കുറേ പേരൊക്കെ അതിൻ്റെ ആ ക്രാക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ ഒരു വിള്ളലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജസ്റ്റ് കൈയൊക്കെ ഇട്ട് നോക്കി, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ആവുന്നില്ല എന്ന് പറയാണ്. ഓക്കെ, അത് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയാണ്. One even tries to pushing it out with a long piece of metal but with no luck. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം മെറ്റലൊക്കെ വെച്ചിട്ട് അവരത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, പക്ഷെ അത് നടക്കുന്നില്ല. No one can reach it. അത് ആർക്കും തന്നെ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.